നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ അമ്മമാർ ആശ്രയിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള ഒരു മരുന്നിനെക്കുറിച്ചാണ്. അതെ, ഫെപ്പാനൽ ഡ്രോപ്പ്. പുതിയ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവാം. പനി വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ വേദനകൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം? പേടിക്കണ്ട. ഈ വീഡിയോ മുഴുവനായി കണ്ടുകഴിഞ്ഞാൽ ഫെപ്പാനൽ ഡ്രോപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. വളരെ ലളിതമായ ഭാഷയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഫെപ്പാനൽ ഡ്രോപ്പ്? ഫെപ്പാനൽ ഡ്രോപ്പ് എന്നത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുവാവകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പാരസെറ്റമോൾ എന്ന രാസവസ്തുവാണ്. പാരസെറ്റമോൾ ഒരു സാധാരണ വേദന കുറയ്ക്കാനും പനി കുറയ്ക്കാനും ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. കുഞ്ഞുവാവകൾക്ക് ഗുളികയോ സിറപ്പോ കൊടുക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് തുള്ളിമരുന്ന് രൂപത്തിൽ വരുന്നത്. വളരെ ചെറിയ അളവിൽ കൃത്യമായി കൊടുക്കാൻ ഇത് സഹായിക്കുന്നു. എന്തിനാണ് ഇതുപയോഗിക്കുന്നത്? ഫെപ്പാനൽ ഡ്രോപ്പ് പ്രധാനമായും താഴെ പറയുന്ന അവസ്ഥകളിലാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. പനി കുറയ്ക്കാൻ. കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ ശരീരതാപം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. പനി എന്നത് ഒരു രോഗമല്ല, മറിച്ച് ശരീരത്തിലെ അണുബാധയോ മറ്റോ ഉള്ളതിന്റെ ഒരു ലക്ഷണമാണ്. എങ്കിലും ഉയർന്ന പനി കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും ചിലപ്പോൾ മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. വേദന കുറയ്ക്കാൻ. ചെറിയ വേദനകൾക്ക് ആശ്വാസം നൽകാനും ഇതുപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വാക്സിൻ എടുത്തതിനു ശേഷമുള്ള വേദനയും പനിയും, പല്ല് മുളയ്ക്കുമ്പോഴുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും, സാധാരണ ജലദോഷപ്പനിയോ മറ്റു ചെറിയ അണുബാധകളോ കാരണമുണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം എന്നിവയൊക്കെ. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ പനി വരുമ്പോൾ അല്ലെങ്കിൽ വേദനയുണ്ടാകുമ്പോൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രാസവസ്തുക്കളാണ് പനിക്കും വേദനയ്ക്കും കാരണം. ഫെപ്പാനൽ ഡ്രോപ്പിലെ പാരസെറ്റമോൾ ഈ രാസവസ്തുക്കളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. അതുകൊണ്ട് ശരീരതാപം കുറയുകയും വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ പനിയെയും വേദനയെയും നിയന്ത്രിക്കാൻ ശരീരത്തെ ഇത് സഹായിക്കുന്നു. എപ്പോഴാണ് കഴിക്കേണ്ടത്? എങ്ങനെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഫെപ്പാനൽ ഡ്രോപ്പ് എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുക. കുഞ്ഞിന്റെ പ്രായം, ഭാരം, രോഗാവസ്ഥ എന്നിവ അനുസരിച്ച് ഡോക്ടർ കൃത്യമായ അളവ്, അതായത് ഡോസ് നിർദ്ദേശിക്കും. അളവ്, അതായത് ഡോസ്. ഫെപ്പാനൽ ഡ്രോപ്പിന്റെ പാക്കറ്റിൽ ഒരു അളക്കുന്ന പൈപ്പറ്റ് അഥവാ ഡ്രോപ്പർ ഉണ്ടാകും. ഡോക്ടർ പറഞ്ഞിട്ടുള്ള അളവ് ആ പൈപ്പറ്റ് ഉപയോഗിച്ച് കൃത്യമായി അളന്നെടുക്കുക. ഒരിക്കലും ഏകദേശം അളവിൽ കൊടുക്കരുത്. നൽകേണ്ട രീതി: കുഞ്ഞിനെ നേരെ കിടത്തി വായിലേക്ക് പതുക്കെ തുള്ളിമരുന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് മുഴുവൻ ഒഴിക്കാതെ കുറേശ്ശെയായി കൊടുക്കുന്നതാണ് നല്ലത്. കുഞ്ഞ് വിഴുങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സമയക്രമം: സാധാരണയായി ഡോക്ടർമാർ ഓരോ 4 അല്ലെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ട് മരുന്ന് നൽകാൻ പറയാറുണ്ട്. എന്നാൽ ഓരോ കുഞ്ഞിനും ഇത് വ്യത്യസ്തമായിരിക്കും. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള സമയക്രമം കൃത്യമായി പാലിക്കുക. ഭക്ഷണത്തോടൊപ്പം. ഫെപ്പാനൽ ഡ്രോപ്പ് ഭക്ഷണത്തിന് മുൻപോ ശേഷമോ നൽകാം. വയറ്റിൽ അസ്വസ്ഥതയുണ്ടാകാതിരിക്കാൻ ഭക്ഷണശേഷം കൊടുക്കുന്നതാണ് നല്ലതെന്ന് ചിലർ പറയാറുണ്ട്. മരുന്ന് മുടങ്ങാതെ. ഡോക്ടർ പറഞ്ഞിട്ടുള്ള അത്രയും കാലയളവ് മരുന്ന് നൽകേണ്ടത് പ്രധാനമാണ്. പനി കുറഞ്ഞു എന്ന് തോന്നിത്തുടങ്ങിയാലും ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് നിർത്തരുത്. ആർക്കൊക്കെ നൽകാൻ പാടില്ല? ചില അവസ്ഥകളിൽ ഫെപ്പാനൽ ഡ്രോപ്പ് നൽകാൻ പാടില്ല. പാരസെറ്റമോളിനോ അല്ലെങ്കിൽ ഈ മരുന്നിലെ മറ്റു ഘടകങ്ങളോടോ അലർജിയുള്ള കുട്ടികൾക്ക്, കരൾ രോഗങ്ങളോ വൃക്കരോഗങ്ങളോ ഉള്ള കുട്ടികൾക്ക് ഡോക്ടറെ അറിയിക്കാതെ ഈ മരുന്ന് നൽകരുത്. ഡോസ് ക്രമീകരിക്കേണ്ടി വരും. പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി ഫെപ്പാനൽ ഡ്രോപ്പ് സുരക്ഷിതമായ ഒരു മരുന്നാണ്. എങ്കിലും വളരെ അപൂർവമായി ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. ഓക്കാനം അല്ലെങ്കിൽ ഛർദി, വയറുവേദന, ചിലപ്പോൾ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം, വളരെ അപൂർവമായി ചർമ്മത്തിൽ തടിപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലുള്ള അലർജി. ഗുരുതരമായ അലർജി ലക്ഷണങ്ങളായ ശ്വാസം മുട്ടൽ, മുഖത്തോ നാക്കിലോ വീക്കം, ബോധക്ഷയം എന്നിവ കണ്ടാൽ ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കണം. ഏതെങ്കിലും അസാധാരണമായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ: അളവ് കൂടിയാൽ ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കൂടുതൽ മരുന്ന് ഒരു കാരണവശാലും നൽകരുത്. പാരസെറ്റമോളിന്റെ അളവ് കൂടിയാൽ അത് കരളിന് ദോഷകരമാകും. മറ്റേതെങ്കിലും മരുന്ന് നൽകിയാണെങ്കിൽ, കുഞ്ഞിന് മറ്റേതെങ്കിലും മരുന്നുകൾ നൽകുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ അറിയിക്കണം. ചില മരുന്നുകൾ ഫെപ്പാനൽ ഡ്രോപ്പുമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. സംഭരണം: മരുന്ന് തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ സൂക്ഷിക്കുക. കുട്ടികൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ കഴിയാത്ത ദൂരത്ത് വയ്ക്കുക. കാലാവധി: മരുന്നിന്റെ കാലാവധി, അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്വയം ചികിത്സ ഒഴിവാക്കുക: കുഞ്ഞിന് അസുഖം വരുമ്പോൾ സ്വയം മരുന്ന് വാങ്ങി നൽകുന്നത് ഒഴിവാക്കുക. എപ്പോഴും ഒരു ശിശുരോഗ വിദഗ്ധന്റെ നിർദ്ദേശം തേടുക. അപ്പോൾ ഫെപ്പാനൽ ഡ്രോപ്പിനെക്കുറിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം.